പ്രോൺസ് വേണം എന്ന് പറഞ്ഞു, കൊറേ കൊണ്ടുവന്നു. ഈ ക്യാപ്സിക്കം और ऑनियन उसको डालना है. ഗൈസ് ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ സ്റ്റോറിൽ വന്ന് കുറച്ച് പടിയൊക്കെ ഉണ്ടായിരുന്നു. ആ കറക്റ്റ് ടൈം നോക്കി നമ്മുടെ അന്തും ജഫറിനും വിളിച്ചു. പുതിയൊരു ബുഫേ സ്ഥലം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ബ്രാൻഡ് ആയിട്ട് തുടങ്ങിയുള്ളൂ. ഇത് നമുക്ക് എന്തായാലും പോയി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഓൺ സ്ഥാപനമാകുമ്പോൾ നമ്മുടെ ഓൺ ഫ്രീഡം അല്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. സോ ഇന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു കിഡിലം ബുഫേ പ്ലേസ്, എനിക്ക് തോന്നുന്നു 700 rupees കണ്ടേ ഉള്ളൂ. ആൻഡ് ഭയങ്കര വേർത്താന്ന് തോന്നുന്നു. സോ കുറേ നാളെ ഒരു ഫുഡ് വ്ളോഗ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു അഫോർഡബിൾ ബുഫേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നോക്കാൻ വേണ്ടിയാണ് ഞാനിത് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു എ ന്യൂ വ്ളോഗ്, വെൽക്കം ടു എ ഫുഡ് വ്ളോഗ് ആഫ്റ്റർ ലോങ് ടൈം. മോശം, വളരെ മോശം. ഫുഡ് കഴിക്കാനെങ്കിലും സമയത്ത് എത്തിക്കൂടെ ജഫ്രി? എത്ര മണി? ഞാൻ 1 മണി വരാനല്ലേ പറഞ്ഞേ? പറ. എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ. 1:30 അത് മാറ്റിയില്ലേ രാവിലെ? അത് എപ്പോഴോ രാവിലെ അല്ല, മറ്റേ 12:30 വിളിച്ചപ്പോഴാണ്. അന്ത് 12:30 വിളിച്ചപ്പോ 1 മണിയാക്കി. അവിടുന്ന് 40 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇവിടെ വരാനായിട്ട്. എന്നിട്ട് ഞാൻ 35 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത്. ഇനി അവിടെ പോയി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യരുത്. പണ്ടത്തെ ബാർബിക്യൂ നേഷന്റെ സ്ഥലം ഇപ്പൊ ഫിയസ്റ്റി ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദി ജഫ്രിനാണ്. ആരാ റീൽ അയച്ചു തന്നെ? അല്ലല്ല, ആരാ റീൽ അയച്ചു തന്നെ? ആരാണ്? എനിക്ക് ഗ്രൂപ്പ് അത് പറഞ്ഞാൽ മതി. പൊട്ടയാണെങ്കിൽ ഉത്തരവാദി ജഫ്രിനാണ്. ഐ ലവ് ഫിയസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ, ഇത് ബാർബിക്യൂ നേഷൻ തന്നെയാണ്. എത്രയാ റേറ്റ്? എല്ലാം ജഫ്രിൻ ഏറ്റെടുത്തു. തിരക്കൊന്നുമില്ല, ആരുമില്ല. അന്ത് വരും, നമുക്ക് തുടങ്ങാലോ. 1 മണിക്ക് വരും പറഞ്ഞത്. അല്ല, അന്ത് കറക്റ്റ് പങ്ക്ച്വൽ. അന്ത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പങ്ക്ച്വലല്ലോ. സംഭവം എന്നറിയോ? ബാർബിക്യൂ നേഷന്റെ സെയിം തിങ്. ഇതിൽ നമ്മൾ പണിയെടുക്കണ്ട. മറ്റേത് ഗ്രില്ല് ചെയ്യണ്ട നമ്മള് ടേബിളില്. ഇത് ഗ്രില്ല് ചെയ്യണ്ട. ഗ്രില്ല് ചെയ്ത സാധനം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നോക്ക്, കഴിച്ചാൽ മതി. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്തായിരിക്കും. നമുക്ക് വേണ്ടിട്ടല്ല, അതിനുവേണ്ടി മാത്രം വന്നതാണ്. അതെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടേഴ്സ്, സൂപ്പ് എല്ലാം ഇവിടെ സെർവ് ചെയ്യും. നമുക്ക് അവിടെ പോയി എന്തൊക്കെയാ മെയിൻ കോഴ്സ് ഉള്ളതെന്ന് നോക്കാം. എടുക്കണ്ട, നമുക്ക് അല്ല മെയിൻ കോഴ്സ് നോക്കാം. എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. മെയിൻ കോഴ്സ് ആണോ കൂടുതൽ കഴിക്കേണ്ടത്, സ്റ്റാർട്ടേഴ്സ് ആണോ? സ്റ്റാർട്ടേഴ്സ് ആയിരിക്കുമല്ലോ. അത് നമുക്ക് നോക്കാം. മെയിൻ കോഴ്സ് ബിരിയാണി 3-4 വെറൈറ്റി നോക്കിട്ട് വരാം. സൂപ്പ് ലെമൺ കൊറിയാൻഡർ ചിക്കൻ സൂപ്പ്, അത് നമ്മുടെ ടേബിളിലേക്കാണ് വരുന്നത്. അവർ സെർവ് ചെയ്യും. പിന്നെ തുറക്കോ എല്ലാം. ഓ, ഇത് കൊള്ളാം കേട്ടാ. മട്ടൻ റോഗൻ ഗോഷ്, മട്ടൻ കറി, ഇതെല്ലാം നോർത്ത്. കോക്കനട്ട് ഫിഷ് കറി. അമ്പോ, പണ്ട് കേരള ഫുഡ് ഇല്ലായിരുന്നു. ഇത് കടായി ചിക്കൻ. കൊതി ജഫ്രിന് കൊതി. തുപ്പൽ അതിലേക്ക് ഒളിപ്പിച്ചിട്ടല്ലേ. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ഗ്രേവി, ഇത് തന്നെ ഒരുപാട് ഉണ്ടല്ലോ. ഇനി എന്നോട് സ്റ്റാർട്ടേഴ്സ് ഒരു 10 ഉണ്ട് വേറെ. ആര്? എല്ലാരും വിശ്വസിക്കും. മറ്റേ സവാള വറുത്തിട്ടത് വരെ ഉണ്ട്. ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. ആ പപ്പടത്തിന് തന്നെ എന്തൊരു പെർഫെക്ഷൻ ആണ് നോക്ക്. ഓ, അത് കൊള്ളാലോ. ഓ, എന്തൊരു ഐഡിയ നോക്ക്. വെജ് തുറക്കണോ? കുഴപ്പമില്ല. പിന്നെ പനീർ ടിക്ക മസാല, ഇത് ജഫ്രിൻ ഫുൾ കഴിക്കുന്നതായിരിക്കും. തോരൻ. പിന്നെ ദാല്, പ്ലെയിൻ റൈസ്, ഇത് അന്തോന്റെ സെക്ഷൻ ആണ്. ഇത് ഗീ റൈസ്, പനീർ, പിന്നെന്താ ഇത് വെജ് മഞ്ചൂരിയൻ ബോൾസും വെജ് നൂഡിൽസും. ഞാൻ കഴിക്കില്ല. ഞാൻ ഒരിക്കലും പച്ചക്കറിക്ക് വേണ്ടി എന്റെ വയറ്റിലെ സ്ഥലം കൊടുക്കില്ല. അപ്പൊ വിയറ്റ്നാമിൽ പോയപ്പോ എന്തായിരുന്നു ഇതുകൊണ്ടിരുന്നത്? അത് പക്ഷെ മീറ്റും ഉണ്ടായിരുന്നല്ലോ. അത് അത് നല്ല സൂപ്പായിരിക്കും കേട്ടോ. മഷ്റൂം സൂപ്പ്, ക്രീമി മഷ്റൂം സൂപ്പ്. പിന്നെ സാലഡ്സ്, അന്തുവിന്റെ സെക്ഷനാണ്. മൊത്തം സാലഡ്സ് വരുന്നുണ്ട്. നല്ല കോൾസ്ലോ ഒക്കെ ഉണ്ട്. അതെ, ഇത് പ്രിയയുടെ സംഭവമാണ്. നല്ല ക്രിസ്പി ജിലേബി, ഇവിടെ കോൾഡ് സ്റ്റോൺ ഐസ്ക്രീം കാണും. ഇത്രയും ടോപ്പിംഗ്സ് വെച്ച്. ജഫറിന് ഒറിയോ ബിസ്ക്കറ്റ് കഴിക്കില്ലേ? കഴിക്കില്ല. എന്റെ അമ്മോ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് പാൽ ഒഴിച്ച് ഷേക്ക് അടിക്കും. വാനില ഐസ്ക്രീം ഇടും. പിന്നെ ഡെസേർട്സ് കൊടുത്ത്, ഡെസേർട്സ് കണ്ടിട്ട് കൊള്ളാം. ഇത് കോക്കനട്ട് പുഡിംഗ് ആണ്. പിന്നെ ഇത് വേറെ, ഇത് കീർ നമ്മൾ തന്നെ വന്ന് എടുക്കും. ഇതൊരു പൈനാപ്പിൾ കേക്ക്. ബ്രൗണി സ്റ്റീം ചെയ്യുന്ന, ആ സ്റ്റീംഡ് ബ്രൗണി, അത് കൊള്ളാലോ, ചൂടായിട്ടിരിക്കും. പിന്നെ അലുവയുണ്ട്,
അതുപോലെ തന്നെ ഒരു 20 എണ്ണം കഴിക്കാൻ പറ്റിയ ഗുലാബ് ജാമുനും ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ വിചാരിച്ച സുഖമായിട്ട് ഒരു 20 എണ്ണം കഴിക്കാം. അന്തുണ്ട് 5 മൊത്തം അതെ അത് നമുക്കുള്ള സാധനം വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണ്ടോ ജെഫ്രി? ബ്ലഡി ഫുൾ 1 മണിക്ക് വരുന്ന പറഞ്ഞത് ഇപ്പൊ 1:30 കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ, ഒരുമിച്ച് കഴിക്കാം. കൊള്ളാവോ? നല്ല ഇതെന്താ ഇത് പറഞ്ഞേ? മറ്റേ സോസ് ആയിരിക്കും. കൊള്ളാം. അല്ല ഇത് നമ്മുടെ ഇതിനാ ചിക്കൻ മറ്റേ കൊതിയായിട്ട് വയ്യ. കട്ടി എനിക്ക് വിശക്കണ. സൂപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. വെറുതെ വഴിപാട് പണിയല്ല. കൊറിയാൻഡർ പക്ഷെ എനിക്ക് കുറച്ച് പുതിനയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പുതിനയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. പുതിയ പക്ഷെ അത് നല്ല ഒരു ഫീൽ ഉണ്ട്. പുതിന ലൈറ്റ് സൂപ്പാണ്. പുതിനയുടെ ഫ്ലേവറും ഉണ്ട്, കൊറിയാൻഡറിന്റെ ഉണ്ട്, പെപ്പറിന്റെ നല്ല ഫ്ലേവർ ഉണ്ട്, ചിക്കന്റെ ഉണ്ട്. അടിപൊളി സൂപ്പർ സ്റ്റാർട്ടർ അല്ലേ? ബാബിക്ക് നേഷന്റെ ഒന്നും സൂപ്പൊന്നും ഇത്രയും കൊള്ളില്ലായിരുന്നു. നമ്മൾ സ്റ്റാർട്ടർ മാത്രമല്ലേ കഴിക്കുള്ളൂ. നമ്മൾ ആക്ച്വലി വീഡിയോ എടുത്തിട്ട് എന്റെ പ്രശ്നം ഇതാ, ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ചൈനീസ് വെയിൽ മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റൂല. വന്നുകൊണ്ടിരിക്കും ഫുഡ്. ഞാൻ കഴിച്ചോ ഇത് കണ്ടില്ല? അമ്പോ, ഇതൊന്നും കണ്ടേ ഇല്ലല്ലോ അവിടെ. ഇതൊക്കെ ബാക്കിൽ നിന്ന് മറ്റേ സീക്രട്ട് സംഭവങ്ങൾ വരുവാ വെച്ചിരിക്കുന്നുണ്ടാ. ഇതല്ലേ? ആ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അടുത്തത് ദഹിപുരി. ആ അടിപൊളി, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ടോപ്പ് നോച്ച്. വന്നിരുന്ന് വെള്ളം എല്ലാം ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് ആകെ കൂടെ ഉള്ള റെസ്റ്റോറന്റ് വിളിക്കേണ്ട, വെയിറ്റേഴ്സിനെ വിളിക്കേണ്ട എന്നുള്ള ഒരു സ്ഥലം ഇതാണ്. എപ്പോഴും വന്നോണ്ടിരിക്കും. ആ പിന്നെ തുടക്കമൊക്കെ അല്ലേ, പക്ഷെ അടിപൊളിയാണ്. ദൈപൂരി ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല കട്ട തൈരും ആ ഒരു സ്വീറ്റ്നെസ്സും അതിന്റെ വെളിയിലത്തെ ആ പൂരിക്ക് നല്ല സ്റ്റഫ്ഡാണ്. ആ പൂരി നല്ല ക്രിസ്പുമാണ്. സൂപ്പർ ആയിട്ടില്ലേ? എരിവുണ്ട്. എന്തൊരു ക്വാളിറ്റിയാണ്. വേറെ ഓർഡർ ചെയ്യണം. അടുത്ത ചാട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഉണ്ടാകും. നമ്മള് ചിക്കനൊക്കെ എങ്ങനെ കഴിക്കും? അടുത്ത ചാട്ട്. ഇത് രണ്ടും വേറെ വേറെ ചാപ്പാ. ഇവരുടെ ഐഡിയ ആണ്. ആദ്യമേ വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മളോടാ അപ്പൊ നിർത്താൻ പറ ചാട്ട്. പറ പറ ഹിന്ദിയില്. നോ എനിക്കറിയില്ല. ഈ സംഭവം കൊള്ളാം. ഇത് നമ്മുടെ ചാട്ട് മസാലയൊക്കെ ഇട്ട് ഫ്രൈഡ് നൂഡിൽസാ. ഇതിന് പേരില്ലേ? ഫ്രൈഡ് നൂഡിൽസ് തന്നെ, പക്ഷെ ഒരു മറ്റേ പക്ക ഒരു പാനിപൂരി ഫ്ലേവർ, ബേൽപൂരി ഫ്ലേവർ. ഫ്രൈഡ് നൂഡിൽസ് ബേൽപൂരി. അതിന്റെ മസാല ഇതിന്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്യും. അതെ. ഒരാള് ചൂടായിരിക്കും കേട്ടോ, വെയിറ്റ് ഒന്നും ചെയ്തില്ല. പകുതി കഴിഞ്ഞ് ഞങ്ങള് കഴിച്ചു. ആ പിരിവല്ലേ. ഒരു മെയിൻ സാധനമാണ് മറ്റേ കോജോൺ പൊട്ടേറ്റോ എന്ന് പറഞ്ഞു വരില്ലേ, ഭയങ്കര ടേസ്റ്റ് ആണ്. അതിന് ഇത്തവണ കുറച്ചും കൂടെ സൽസ ബേസ് പൊട്ടേറ്റോ ആക്കി. നോൺ വരും. നോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോയേക്കാം. ഇത് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഒരു വിത്ത് പൊട്ടേറ്റോ വിത്ത് സ്കിന്നാണ്. ഒരു ക്രീമി 1000 ഐലൻഡ് സോസും അതുപോലെ തന്നെ കുറച്ചൊരു സ്പൈസിനെസ്സും ഉണ്ട്. പൊട്ടറ്റോ നല്ല വെൽ ബോയിൽഡ് ആണ്. നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റേഷൻ ഒക്കെ മാറി ഇവരുടെ. ഓക്കെ, നോൺ വെജ് സംതിങ് ആണ്. പുക വരും കേട്ടോ പോകുമ്പോ. ഓക്കെ റെഡി. സംഭവം കലക്കി കേട്ടാ. സൂപ്പർ. ഓ ഇത് ആ കോളിന്റെ ഫ്ലേവർ മൊത്തം കാണും. क्या क्या है? फिश है, हाँ, चारकोल चिकन, बारबेक्यू कोस्टल फिश, ग्रीन सलाद, पोटैटो वेजेस. ഓക്കെ അടിപൊളി. അവര് വിളമ്പി തരും. ഇത് ഫിഷ് ആണ്. കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഈ ജെഫ്രൻ പറയുന്ന കംപ്ലീറ്റ് ആ കോളിന്റെ ഫ്ലേവർ കുറച്ച് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. ഫസ്റ്റ് ബൈറ്റില്. ഓക്കെ, നല്ലതാ. ഒരു ബൈറ്റ് നിർത്തുവോ? ഇല്ല, ഞാൻ കുറെ ബൈറ്റ് അല്ല നല്ല നല്ല ശരിക്കും ഗ്രില്ലിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. വെരി നൈസ്. അന്തുവിന്റെ ഫേവറേറ്റാ. ഓക്കെ, താങ്ക് യു. ഇതൊരു ക്രിസ്പി കോൺ ആയിരിക്കും. നമ്മുടെ കാണാനുള്ള സാധാരണ സ്വീറ്റ് കോൺ അല്ല, ക്രിസ്പി കോൺ മസാല ഇട്ടിട്ട്. പക്ഷെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. चिकन मोमोस. ആ ചിക്കൻ മോമോസ് അതും ഉണ്ടോ? ചിക്കൻ മോമോസ് ഉണ്ട്. അത് അതിന്റെ അകത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? അടിപൊളി. ആഹാ, അവരെന്താ നമ്മളെ കളിയാക്കിയതാ. ആ 3 എണ്ണമായിട്ട് തന്നിരിക്കുന്നു. ഭയങ്കര ഇൻസൾട്ട് ആയി പോയി. അല്ല, പോകുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളൂ. ഇവരുടെ ചാർക്കോൾ ചിക്കൻ ഉണ്ട്. ഇത് ചിക്കൻ 65 ആയിരുന്നു.
ഏതൊരെണ്ണം ഫിഷാണ്, ഇത് ചാർക്കോൾ ചിക്കൻ ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ച ചിക്കൻ ഓ ഇത് കൊള്ളാം. ചാർക്കോൾ ചിക്കൻ ശരിക്കും നമ്മുടെ ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തെടുത്ത പോലെ. അതിന്റെ സോസിനൊക്കെ കാട്ടി കൂടുതൽ ഫ്ലേവർ ശരിക്കും ആ ചാർക്കോളിന്റെ ഫ്ലേവറാണ്. ഭയങ്കര ടേസ്റ്റ്. ആ സമയത്ത് കണ്ടോ ഓവറായി കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് നല്ലത്. നമ്മൾ ടേബിളിൽ ഗ്രില്ല് ചെയ്യാൻ കാട്ടി ബെറ്റർ. സുഖമായിട്ട് നല്ല പെർഫെക്റ്റ് കുക്ക്ഡായിട്ട് കിട്ടും. ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരും ചെയ്യും. ലാഗ് ഇല്ല, അതാണ് മടുപ്പിക്കാത്തത്. മോമോ നോക്കട്ടെ. നമ്മൾ സാധാരണ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് അടിപൊളിയാണെന്ന് അറിയാം, പക്ഷെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ വരും എന്നറിയില്ല. നോക്കണ്ട, നല്ല ഉള്ളി. കൊള്ളാവോ മോമോ? ആക്ച്വലി ഭയങ്കര ഒരു ചൈനീസ് ഡംപ്ലിംഗ് ഫ്ലേവർ നന്നായി വരുന്നുണ്ട്. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് മോമോസ് ഐ ഹവ് ഈറ്റൺ ഇൻ കൊച്ചി. അടിപൊളി. चिली चिकन ड्राई, चिली चिकन ड्राई, चिली प्रॉन्स. चिली प्रॉन्स वो थोड़ा ज्यादा डालना. प्रॉन्स सब कुछ थोड़ा ज्यादा लेकर आना. हम बहुत प्रॉन्स खाता है അല്ലേ? हाँ हूँ. അതും കൂന്തൽ റോസ്റ്റ് നമ്മുടെ കേരള സ്റ്റൈൽ എന്തെങ്കിലും വേണമെന്ന് വേണ്ടി കഴിഞ്ഞാൽ അതും ഉണ്ട് സ്റ്റാർട്ടറിൽ. അതുപോലെ തന്നെ ഇവരുടെ ഗ്രിൽ ഫിഷ് നല്ലതാണ്. കഴിക്കില്ലല്ലോ, വീട്ടിൽ നിന്ന് മാത്രമേ സീ ഫുഡ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, ഇവിടെ പ്രോൺസ് വേണം എന്ന് പറഞ്ഞു, കുറേ കൊണ്ടുവന്നു. ഈ ക്യാപ്സിക്കം ഓർ ഓണിയൻ ഉസ്കോ ഡാൽന. എനിക്ക് അതാ കിട്ടിയത്. പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. കിട്ടിയില്ലേ? ക്യാപ്സിക്കം അവിടെ കിട്ടുന്നുണ്ട്. ആ സവാളയും കിട്ടി. കുഴപ്പമില്ല, കുറെ ഫുഡ് ഉള്ള കാരണം ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്. കൂന്തലിന് മസാല കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷെ കുറച്ചൊരു ഫിഷി ഫ്ലേവർ കൂടുതലായിട്ട് തോന്നുന്നു അല്ലേ? മസാലയുടെ ആണോ? എനിക്കറിയില്ല. കുക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഇത് എനിക്ക് അത്രയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ പ്രോൺസ് നല്ല മുട്ടൻ പ്രോൺസ്, അധികം ക്രംസ് ഒന്നുമില്ല. സ്റ്റിർ ഫ്രൈ ചെയ്ത് കുറച്ച് കോൺഫ്ലവറിൽ മുക്കിയിട്ട് നല്ല കിഡിലൻ, അത്രയും സ്പൈസി അല്ലാത്ത ഒരു ചില്ലി ചിക്കൻ കറി മസാലയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ. റൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. മെയിൻ കോഴ്സ് കഴിക്കില്ല, പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ രണ്ടെണ്ണം എടുത്തോ അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കണത്. അതെ, ഇങ്ങനത്തെ ചങ്കോട്ടർ ചോദ്യം ചോദിക്കരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ജെഫ്രിന് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാ, പടയിൽ ഫുഡ് വരും അല്ലേ? ആദ്യമായിട്ടാണ് ജെഫ്രി പറയുന്നത് വെയിറ്റ് ഫുഡ് കുറച്ചുകൂടെ സ്ലോ ആക്കാൻ. പിന്നെ ഭയങ്കര വിഷയമായിരിക്കും. വന്നപ്പോ തന്നെ എന്നോട് അതാ ചോദിച്ചേ ലാഗ് ഉണ്ടോന്ന്. പ്രോൺസ് തുടർ ജാതരാണ് അവിടെ. സവാളയും പച്ചമുളകും കേട്ടാ. നമ്മുടെ മെയിൻ സാധനം ഇപ്പോഴാണ് വന്നത്, പൈനാപ്പിൾ സ്ലൈസ്. അത് എങ്ങനെയുണ്ടോ നോക്കാം. സാധാരണ ഗ്രില്ല് ചെയ്യുമ്പോൾ കുറെ സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇത്തവണ അതില്ല. എങ്ങനെയുണ്ട്? ഇത് ഗ്രില്ല് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് മസാല മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാന്നല്ലേ ഉള്ളൂ. ആ ഗ്രില്ല് ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. പണ്ട് ഭയങ്കര സംഭവമായിരുന്നത്. ഗ്രിൽഡാണോ? നല്ല ചൂടായിട്ട് കാര്യമില്ല. ചൂട് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാം. ഡ്രിങ്ക് ആണ് ഇത്, എക്സ്ട്രാ ആണ്. 3 ഡ്രിങ്കിന് 325 രൂപ. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ ഇതൊരു മാംഗോ ബേസ്ഡ് ഡ്രിങ്ക് ആണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓറഞ്ച് അല്ലേ? ഇത് മാംഗോ. ഞാൻ ആദ്യം ഇതെടുക്കും. ചിക്കൻ ദം. അത് ആരും എടുത്തിട്ടില്ല കേട്ടാ. ദം പൊട്ടിച്ചത് ജെഫ്രിന്റെ. ചിക്കൻ വേണ്ട, കുറെ റൈസ് എടുക്ക. ഒരു പീസ് ചിക്കൻ. ചിക്കൻ തപ്പട്ടെ. ഉണ്ടോ? നല്ല മണം വരുന്നുണ്ട്. റൈസിനാണ് 2 ചിക്കൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കറികൾ കൂടുതൽ, റൈസ് കുറച്ച്. അതാണല്ലോ ഇതിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ബുഫയ്ക്ക് വരുമ്പോ ചെയ്യേണ്ട കാര്യം. കറക്റ്റ്. പ്രോട്ടീൻ മാക്സിമം കയറ്റി. അത്രേ ഉള്ളൂ. ചപ്പാത്തി, റൈസ്. തോരൻ എടുക്കാൻ പോയിട്ടുണ്ട്. മട്ടൻ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല പീസ് തപ്പി എടുക്കാൻ പാടാ. തപ്പി എടുത്ത് എനിക്ക് കുറച്ചിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതും ബട്ടർ നാനും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നമ്മള് പറഞ്ഞില്ല, പക്ഷെ അന്ന് പറഞ്ഞൊരു ബട്ടർ നാൻ അത് നമുക്ക് എടുക്കാം. ബിരിയാണി പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയാണ്. നമ്മുടെ റേസൻസും കിസ്മിസും ഓണിയൻസ് ഒക്കെ ഇട്ട് ഉള്ളൊരു ബിരിയാണിയാണ്. ഓയിലിയാണ്. നോക്കട്ടെ. പക്ക ഫുൾ നോർത്ത് ഇന്ത്യ അല്ലേ? ഒരു 95% നോർത്ത് ഇന്ത്യൻ ഫുഡ് അല്ലേ? ഓ സൂപ്പർ ബിരിയാണി. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് ഈ ഒരു റേറ്റിൽ ഇത്രയും വെറൈറ്റി കഴിക്കാൻ പറ്റിയ സ്ഥലം എനിക്ക് തോന്നുന്നില്ല. മട്ടൻ നോക്കട്ടെ എങ്ങനെയുണ്ടത്. മട്ടൻ ഒരു രക്ഷയില്ല. കണ്ടതുപോലെ തന്നെ ടേസ്റ്റ്. ഈ മട്ടനും ബിരിയാണിയും തന്നെ. ബട്ടർ നാൻ വേണമെങ്കിൽ കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഇനി അവിടെ ഉള്ള കറികളോ
ചിക്കൻ കറി ഫിഷ് കറി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തോ? നൂഡിൽസ് വരെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാ പപ്പടത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാ നൂഡിൽസ് വരെ എടുത്ത് ഞാൻ. എന്തേരാ? നൂഡിൽസ് വരെ എടുത്ത്. ഓ സംഭവം ജെഫ്രി. കോൾഡ് സ്റ്റോൺ ഐസ്ക്രീം ജെഫ്രിന്റെ ആണ്. എല്ലാം ഇട്ടിട്ടുണ്ട്. ആ പാനൊക്കെ കുറെ ഇട്ടിട്ടുണ്ട്. ആ. ഈ കിറങ്ങി പോന്ന കാണാം. അതെടുത്ത് കഴിക്കാനുള്ള അല്ല, അതും വേണോ ഇട്ടോ? ഒറിയോ ബിസ്ക്കറ്റ് കൊച്ചു കുട്ടി. അപ്പൊ ബാക്കിയുള്ള ഡെസേർട്സ് ഒന്നും എടുക്കുന്നില്ല. അത് നിങ്ങൾക്കല്ലേ, ഇത് എനിക്ക് മാത്രം. ഇത് കണ്ടിട്ട് കൊള്ളാം, വേണമെങ്കിൽ ഞാൻ എടുക്കാം. ആർക്കും തരില്ല. പള്ളിയിൽ പോയി പറഞ്ഞാൽ ഞാൻ എടുത്തോട്ട് നല്ല ആണെങ്കിൽ ഞാൻ കഴിക്കാം. നടക്കൂല, എന്നെ തല്ലി തോപ്പിക്കണം. അതിന് ഞാൻ ഇല്ല. ഓ ആ എനിക്ക് ഒരെണ്ണം ചേർത്ത് രണ്ടും എനിക്ക്. ഇതും പോരാണ്ട് ചോക്ലേറ്റ് മതിയാ. അപ്പൊ നിങ്ങൾ എന്താന്ന് ചോട്ടെ, ഞാൻ അവിടെ കാണോട്ടെ, സീറ്റ് കാണാം. പോവാന്ന് പറഞ്ഞിട്ട് അല്ല, പോണ വഴിക്ക് ഒരു കൈ ഫ്രീയാ. അങ്ങനെ രണ്ട് കൈ വീശി പോകുന്ന ഇഷ്ടമല്ല അല്ലേ? കൈ വീശി പോകുന്ന ഇഷ്ടമല്ല. തന്നെ ഒരിക്കലും ബുഫേന്ന് നമ്മള് കൈ വീശി നടക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് റൂള്. അതും ബൊഫേയിലെ ഒരു സാധനം പോലും നമ്മൾ അല്ല കഴിക്കാൻ. എല്ലാം എടുക്കണമെന്നൊന്നും ഇല്ല. അപ്പുറ സൈഡാ അപ്പുറ സൈഡ് അതെനിക്ക് വേണ്ട. സ്റ്റീംഡ് ബ്രൗൺ ഇല്ല, ഇതിലും എടുക്കും. ജെഫ്രി ഒന്ന് പോയിക്ക്. എത്ര നേരം ഇവിടെ നിന്ന് കറങ്ങുന്നു. അല്ല, ഈ സാധനങ്ങൾ ടോപ്പിക്സ് നല്ല മറ്റേത് മിക്സ് ആയി പോയി. ഇത് മിക്കവാറും ജെഫ്രിനുള്ള മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അത് കളറിനല്ലേ? അന്തുന്റെ ഉണ്ട് ഐസ്ക്രീം. കൊറേ കളറ് മാത്രം മതി. ഇത് ഓ, എന്റെ തന്നെ സെയിം അല്ലേ അവിടെ? ഒന്നുമല്ല. അതെ. പോലെ ഡെസേർട്ട് എടുത്തതാ. ഡെസേർട്ട് വളരെ മോശമാണ്. ഈ ഐസ്ക്രീം മാത്രം കൊള്ളാം, ബാക്കിയൊക്കെ ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ നല്ലായിരിക്കും, ഞാൻ എടുത്തില്ല. പക്ഷെ ആ സ്റ്റീം ബ്രൗണി ഇല്ലേ, ടേസ്റ്റ് ചെയ്തില്ല. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അത് പായസോ, അതും വലിയ കുഴപ്പമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇത് കുഴപ്പമില്ല. ആ ഗുലാബ് ജാമുൻ കുഴപ്പമില്ല. ഐസ്ക്രീമാണ് ഏറ്റവും ബെസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഫ്ലോപ്പ, അതും ഫ്ലോപ്പ. മാംഗോ കേക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫ്ലേവറിന്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഈവൺ ആ ബ്രൗണി ഞാൻ എടുത്തുപോലില്ല, കാരണം കാണാൻ തന്നെ അപ്പീലിംഗ് അല്ല. ഒരു ചോക്ലേറ്റ് സ്റ്റീം ബ്രൗണി കണ്ടില്ലേ, ഇത് രണ്ടും മോശമാണ്. അപ്പൊ കുഴപ്പമില്ല. ഫുഡെല്ലാം പക്കയാണ്. വേണമെങ്കിൽ ഗുലാബ് ജാമുൻ എനിക്ക് ഒരെണ്ണം എടുത്തോണ്ടാണ്. എനിക്ക് ഒറ്റ ഒരെണ്ണം മതി ജെഫ്രി. എന്നോട് എത്ര 5 വേണമെന്നല്ല പറഞ്ഞു. 6 ഞാൻ കറക്റ്റ് ക്യാമറയിൽ പറഞ്ഞാണ് ഒറ്റ ഒരെണ്ണം മതി. ഇത് വേണ്ടേ? ഇനി ഇത് എടുത്താല് തീർത്തോണം കേട്ടല്ലോ. ഉള്ളിലെങ്കിലും തീർത്തോണം. ജെഫ്രി ഫുഡൊക്കെ വേസ്റ്റ് ചെയ്ത ആളാണ് കേട്ടോ, കണ്ടല്ലോ. ഇല്ല, അതിനകത്ത് കട്ട് ചെയ്യരുത്. ഇത് നല്ലതാണോ ചീത്താണെന്ന് പറഞ്ഞത്. എന്താ അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തായാലും കഴിച്ചേ പറ്റൂ, ചീത്തയാണെങ്കിലും. ഗുലാബ് ജാമുൻ കഴിക്കും. ചൂട് ചൂടാന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിക്കുന്നോ? മനസ്സിലായി. ഗുലാബ് ജാമുൻ സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഐസ്ക്രീം കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിനെ കാട്ടി സൂപ്പറോ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇനി മതി. അപ്പോൾ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് ഈ ഒരു വീക്ക് ഡേയ്സ് 699 പ്ലസ് എക്സ് ഒരു 720 റുപ്പീസോ ഭയങ്കര വേർത്താണ് ഫുഡ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് സൂപ്പർ. അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സ് എല്ലാം സൂപ്പറാണ്. ഒരു ടൈം എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ ചെയ്യുക. ഭയങ്കര ഒരു സംഭവമാണ്. ഡെസേർട്സ് ആർ ഹൊറബിൾ. ഡെസേർട്സ് ആർ നോട്ട് ഈവൺ ആവറേജ്, ബിലോ ആവറേജ് ആണ്. ഐസ്ക്രീം പിന്നെ എല്ലായിടത്തും ഒരു നല്ലതായിരിക്കുമല്ലോ. ഗുലാബ് ജാമുൻ കുഴപ്പമില്ല. സോ ഡെസേർട്ട് നോക്കി വരുവാണെങ്കിൽ വരണ്ട, ഞങ്ങൾ വേറൊരു ബുഫേ സ്ഥലം പയ്യെ കാണിക്കാം. പക്ഷെ അതല്ലാതെ ഫുഡ് വെച്ച് അടിപൊളിയാണ്. സോ എന്തായാലും ഇനി വേറെ കുറച്ച് ന്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സാഡ് ന്യൂസ്, കുറച്ചുകൂടെ കരച്ചിലൊക്കെ കാണാൻ പറ്റും. സോ അതിൻ്റെയൊക്കെ വ്ളോഗായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബൈ. ആരായിരിക്കും കരയാൻ പോകുന്നത്? ഇതിലെന്താണ് ദിലീപില കരയണത്?